നിജേഷ് അരവിന്ദ്, ഇവിടെ നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ കൊളുത്തിവെച്ച നവോത്ഥാനത്തിൻ്റെ തുടർച്ചയെ വളരെ ഗംഭീരമാക്കി ഇടതുപക്ഷം മതേതര മനസ്സുകൾ ഒക്കെ കൊണ്ടുപോയതുപോലെ വലിയൊരു റോള് അത് സംരക്ഷിക്കാൻ ചെയ്തത് മിഷണറിമാരാണ്. കാരണം വിദ്യാഭ്യാസം, ആതുര സേവനം, ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവരുടെ ഇടയിൽ തന്നെ പല വിധത്തിലുമുള്ള വിധ്വംസക പ്രവർത്തനം ഇറക്കുമതി ചെയ്യുന്നു, അവരെ ദ്രോഹിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് കേരളത്തിലും മറ്റ് കോൺഗ്രസിനും ബി ജെ പിക്കും ഒക്കെയുള്ള സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലും അവർ നേരിടുന്നതിലെ താരതമ്യം ഈ ഫാദർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു മതപുരോഹിതനാണ്. നിജേഷ് നിമിഷതെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടൊരു മുദ്രാവാക്യമുണ്ട്: പാലായിലെ പാതിരിമാർക്കും കോട്ടയത്തെ ചേട്ടന്മാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോയാമാർക്കും കേരളത്തിലെ വിദ്യാഭ്യാസം അടിയറ വെച്ച UDF എന്ന് വിളിച്ച ആളുകളുടെ പേര് SFI എന്നാണ്. അപ്പൊ അന്നാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ അല്ല നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഇതൊക്കെ പറയുമ്പോൾ അത് കൊടുത്തിരിക്കുന്ന ആ വഴിയിലേക്ക് ഓരോ മതത്തിനെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നയം ഉണ്ടായിരുന്നു. ഭരണഘടന നൽകുന്ന അജിംഷാദ് 4 പേര് ശ്രീ P. ജയരാജൻ 20 മിനിറ്റ് സംസാരിച്ചപ്പോൾ താങ്കൾ മിണ്ടിയില്ലല്ലോ. ഞാനൊന്നും പറയുന്നത് കേൾക്കില്ല. എനിക്കൊരു അഭിപ്രായം അജിംഷാദ്, എന്റെ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ അദ്ദേഹം ഏത് സഭയുടെ ആളാണെന്ന് അറിയില്ല. ഫാദർ നിങ്ങളൊന്ന് കാണുക. ഫാദർ ഇപ്പോ കുറച്ചൊക്കെ സേഫ് ആയ ഒരു കണ്ടീഷനിലാണല്ലോ നിൽക്കുന്നത്. ഫാദർ ആലോചിക്കുക, ആദ്യ കുർബാനയില്ലാത്ത, മാമോദീസയില്ലാത്ത, സൺഡേ കുർബാനയില്ലാത്ത, സെമിത്തേരി ഇല്ലാത്ത ഒരു വിഭാഗം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട്. അത് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 300-ലധികം ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ട് അവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന സംസ്ഥാനമാണ്. ഫാദർ ഒന്ന് അന്വേഷിച്ച് നോക്കുക. നിങ്ങളിപ്പോ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നല്ലോ ചോദിച്ചല്ലോ. അവിടേക്ക് ആദ്യം എത്തിയതും ഇന്നും എത്തിക്കൊണ്ടിരിക്കുന്നതും സഹായങ്ങൾ ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ആ വ്യക്തിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. വെറുതെ പറയുന്നതല്ല. തോക്കുകൾ ഈ BJP ഗവൺമെന്റ് തോക്കെടുത്ത് AK-47 എടുത്ത് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി എടുത്തു കൊടുക്കുമ്പോൾ ആ കൊലപാതകം നടത്തിയിടയ്ക്ക് ഒരിക്കലും പോവരുത് എന്ന് പറഞ്ഞിടത്തേക്ക് പോയതാണ്. നിങ്ങളിങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് സ്വയം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ഫാദർ കേരളത്തിലെ എന്റെ നാട്ടിൽ കോഴിക്കോട്ട് ഒളവണ്ണയിൽ RSSകാർ ഈ കന്യാസ്ത്രീകളെ അടിച്ചോടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 10-15 കൊല്ലം മുമ്പാണ്. അന്നും ഞാൻ ഇടതുപക്ഷത്തെ മാറ്റി പറയുന്നില്ല. ഒരേ സമയത്ത് ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത്. ഛത്തീസ്ഗഡിൽ അല്ല ഫാദർ, ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് അവിടുത്തെ MP-മാരെ ഹൈബിയുടെയും ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങോട്ട് അയച്ചു? രാജ്യസഭ MP-മാർ അങ്ങോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു. മധ്യപ്രദേശിൽ അടക്കം ഉള്ളവർ അവിടേക്ക് ഓടിപ്പോയി. ആളുകളൊന്നും ആക്ഷേപിക്കല്ല. ഫാദർ ഇവിടെ ഇരുന്ന് പറയുന്നത് കേട്ടാൽ തോന്നുന്നത് അവിടെ ആകെ എത്തിയത് ഇടതുപക്ഷക്കാരായിരുന്നു. ദയവ് ചെയ്ത് ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, P. ജയരാജൻ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഒരു മത മേലധ്യക്ഷൻ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടോ കളിയാക്കിയോ പറഞ്ഞാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫാദറോട് വളരെ വളരെ വിനയത്തോടു കൂടി പറയുന്നു. ഫാദറെ, ഞാൻ പറഞ്ഞു എന്റെ അനുഭവമാണ് ഞാൻ റബ്ബറിന് 300 രൂപ കിട്ടിയാൽ ഞങ്ങൾ എവിടെയും കുത്തും. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഈ സമൂഹത്തിനകത്ത് വേർതിരിവ് ഒപ്പം ആളുകളുണ്ട്. നരേന്ദ്രമോദിക്ക് ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അനുഭവമാണ് പറഞ്ഞതെന്ന് പറയുന്നത് നിജേഷ്. അല്ല, സുരേഷ് ഗോപിയെ 2 കൈ നീട്ടി സ്വീകരിച്ച ആളുകൾ. അദ്ദേഹം കൊടുത്ത എന്താ മറ്റേ ഇല്ലാത്ത സാധനം ഉണ്ടല്ലോ, സ്വർണം എന്ന് പറഞ്ഞ് കൊടുത്ത സാധനമൊക്കെ, അതൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഇന്നും നരേന്ദ്രമോദിയുടെ ആതിഥ്യം അരുളിക്കൊണ്ട് അവരുടെ താഴെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അവരെയും അദ്ദേഹം എതിർത്തു. അങ്ങനെയുള്ള ചിലരുണ്ട്, അവരെ എതിർത്തു. ആ കാസക്കാർ ഈ ക്രിസ്തീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് പറയുന്നു. അതായത് 2 പറഞ്ഞു തീർന്നില്ല. ശ്രീ P. ജയരാജൻ സഹോ പറഞ്ഞ എനിക്ക് ഒരുപാട് മറുപടി പറയാനുണ്ട്. അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ
ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ക്രിസ്തീയ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന് എന്ത് പ്രാധാന്യമാണ് ഈ കൊച്ചു കേരളത്തിൽ കൊടുക്കുന്നത്? അതായത് ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ആരോടും ആരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുന്നില്ല. ഞങ്ങൾ ഒരു ആരാധനാലയം ഉണ്ടാക്കി അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇത് അടിച്ചു തകർക്കുമ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രഭുക്കന്മാരും എന്തുകൊണ്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഫാദർ, അങ്ങനെ ഒരു ഇവിടെ നടക്കുന്നതായി ഇപ്പൊ തന്നെ ഈ സ്കൂളിൽ ഒരു വിഷയം നടന്നു. കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് മതവിദ്വേഷം കുത്തി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു പ്രതികരണം വന്നില്ല? ഇന്ന് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ വാർത്തകളിലോ ഇത് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾക്ക് പ്രതികരണ ശേഷി മറയ്ക്കുന്നതായ ഒരു അവസ്ഥയാണ്. ഒരു ഘട്ടത്തിലും പറയരുത് ഫാദർ, കേരളത്തിൽ വന്ന് ദയവേത് അങ്ങനെ സംസാരിക്കരുത്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. കേരളത്തിൽ നമ്മളൊക്കെ ആരെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM ഒക്കെ പോയിട്ട് ഇവരുടെ ഈ RSS അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ എതിർത്തു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി താക്കീത് നടത്തി. പക്ഷേ യൂത്ത് കോൺഗ്രസും ഒന്നും അത്തരത്തിൽ ഇടപെട്ട് കണ്ടില്ല എന്നായിരിക്കും ഫാദർ ഉദ്ദേശിച്ചത്. അല്ല, അത് ആയിക്കോട്ടെ. ഞാൻ അജീം ഷാ, ഞാൻ ഇവിടെ പൊളിറ്റിക്സ് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഫാദർ പോലുള്ള ആളുകൾ കേരളത്തിനകത്ത് RSSന്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കാൻ, ഞാൻ വളരെ കൃത്യമായി പറയാം, RSSന്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കാൻ തൽക്കാലമായിട്ട് ഇപ്പോ CPM-ന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാലത്തെ CPM-ഉം ഇപ്പോഴുള്ള കോൺഗ്രസും ഒന്നും അതിന് തയ്യാറായിട്ടില്ല. RSS പറയുന്നതനുസരിച്ച് നിന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അനാവശ്യമായ പ്രചരണമായിരിക്കും. ഇടക്കാലത്ത് വരാറുണ്ട് ചർച്ചയിൽ ഒരു കരിമ്പിൻ കാലയും കാസയൊക്കെ. ആ നിലവാരത്തിലേക്ക് പ്രിയപ്പെട്ട ഫാദർ അങ്ങ് സംസാരിക്കില്ല. ഇടതുപക്ഷത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ദിജേഷിന്റെ സ്വഭാവം മാറി. അത് അദ്ദേഹം അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. അദ്ദേഹം ഇടതുപക്ഷക്കാരനൊന്നുമല്ല, അദ്ദേഹം ഒരു പുരോഹിതനാണ്. അജീം ഷാദെ അതെന്റെ സബ്ജക്റ്റ് അല്ല. അജീം ഷാദെ അതെന്റെ സബ്ജക്റ്റ് അല്ല. ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇടതുപക്ഷത്തിന്റെ മതേതര മുഖത്തിനെ ഇല്ലായ്മ ചെയ്യുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ഇടക്കാലത്തുള്ള പിണറായി വിജയന്റെ നയപരിപാടികളോട് എനിക്ക് വിയോജിപ്പുണ്ട്. സിസ തോമസ് എങ്ങനെ എന്തൊരു ക്രൂരതയാണ് നിജേഷ് ഇങ്ങനെ പറയുന്നത്. ഈ ഇരിക്കുന്ന പി ജയരാജന്റെ ശരീരത്തിൽ രക്തസാക്ഷിത്വം പേറുകയാണ്. ഓണ ദിവസം RSSകാർ വെട്ടി വീഴ്ത്തിയതാണ്. ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ച ആള് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ളവർ RSSനോട് പടവെട്ടി നിൽക്കുന്നവർ അവരോട് ഇങ്ങനെ പറയാമോ? തെറ്റല്ലേ അത്? സംസ്ഥാന പ്രസിഡന്റ് അജീം ഷാദെ പറഞ്ഞത് SFIക്കാരെ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പാന്റ് ഉടുക്കണം, മുണ്ടെടുക്കരുത്, നിങ്ങളുടെ മുണ്ടിനടിയിൽ കാക്കി ട്രൗസർ. എന്നിട്ട് അതാണ് പറഞ്ഞത് 251 രക്തസാക്ഷികൾ, ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇനിയുമുണ്ട്. ഈ പി ജയരാജൻ അടക്കമുള്ളവർ, അദ്ദേഹത്തിന്റെ ഒരു കൈ മൃതപ്രാണനിൽ നിൽക്കുന്നത് ഇടിവെട്ടേറ്റതല്ല. പി ജയരാജന്റെ ത്യാഗത്തിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പി ജയരാജന് പോലും പ്രയാസമുണ്ടാകും PMC ഒപ്പുവെക്കാൻ പോകുമ്പോൾ. അയ്യോ, അങ്ങനെ പറയരുത്. അവരൊരു പാർട്ടി കൂട്ടായ്മയാണ്. അല്ല, അതിനൊക്കെ മറുപടി അദ്ദേഹം പറയും. അല്ല, PMC എന്നത് ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന പണമാണെന്നേ. അത് കേന്ദ്രത്തിന്റെ പണമല്ല, അത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണമാണ്. അതാണ് രാജസ്ഥാനിലെ കോൺഗ്രസിലെ ഗെഹ്ലോട്ട് മേടിച്ചത്. അതാണ് കർണാടകയിൽ ഇന്ന് കോൺഗ്രസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. നിജേഷ്, ആരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അജീം ഷാദെ ഒളിച്ചോടുന്നത് എന്തിനാണ്? അജീം ഷാദെ ഒളിച്ചോടുന്നത് ഇന്ന് ലേറ്റസ്റ്റ് ആയി പിണറായി വിജയൻ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന നയങ്ങൾ. 45 ദിവസം വരെ ജയിലിൽ കിടന്ന ആളുകളുണ്ട്. SFIയുടെ കുട്ടികൾ നമ്മുടെ സർവകലാശാല VC പ്രതിരോധി ഭാരതാംബയ്ക്ക് എന്നിട്ട് ഈ VCക്കും ഗവർണർക്കുമെതിരെ അത് ആരിഫ് മുഹമ്മദ് ഉള്ളപ്പോഴേ എതിർത്തപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ നയം എന്തായിരുന്നു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് മുതലക്കണ്ണീരൊഴുക്കുന്നു.